സോ നെക്സ്റ്റ് ചെന്നൈ പോകുമ്പോൾ ലച്ചു ഒറ്റക്ക് ഫ്ലാറ്റിൽ നിൽക്കുമോ? ഇല്ല, ലച്ചുവിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ വരും. അല്ലെങ്കിൽ അപ്പുറത്തൊരു ആൻറ്റി ഉണ്ട്, ആൻറ്റി വന്ന് കെയർ ചെയ്യും. അതല്ലെങ്കിൽ ഇക്ക ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇക്ക സഫീർ ഖാൻ്റെ വീട് തൊട്ടടുത്താണ്. ഇക്കയുണ്ട്, ഇക്കാൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ ഇക്ക താത്ത മക്കൾസൊക്കെ ഉണ്ട്, അവരിങ്ങോട്ട് വരും അല്ലെങ്കിൽ ഇവൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഉള്ള പരിപാടീസ്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും. ഞാൻ അധികം സീരിയൽസ് ഒന്നും നോക്കുന്നില്ല, നോക്കുന്ന ആളല്ല. ബട്ട് യുവർ സീരിയൽ മിഴിയണ്ടിലും വാസ് വാവ് ഷാലു. വാവ്, താങ്ക് യു സോ മച്ച് ഷാലു. ഇനി എപ്പോഴാണ് ഒന്നിച്ചുള്ള സീരിയൽ വരുന്നത്? എപ്പോഴാ അറിയില്ലടോ, സത്യം പറഞ്ഞാൽ ഞങ്ങളും വെയിറ്റിംഗ് ആണ്, ഒരുമിച്ച് വിളിക്കണേ അല്ലേ? എന്താണ് നീ ആലോചിക്കണേ? ഒരുമിച്ചുള്ള സീരിയലിന് വിളിക്കണേ എന്ന് ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുകയാണ്. സീ കേരളം സംസാരിച്ചായിരുന്നു, 1-2 പ്രൊജക്റ്റ് സംസാരിച്ചായിരുന്നു. ഇൻഷാല്ലാ അത് വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ തിരിച്ചു വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് ചാനൽ വിളിച്ചാലും വളരെ സന്തോഷത്തോടെ തിരിച്ചു വരും. നോക്കാം. ഞാൻ പറയാം. അയ്യോ, ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടെന്ന് പക്ഷെ കണ്ടില്ല. ശരിക്കും എപ്പോഴാണ് ലച്ചുവിന് അങ്ങോട്ടും സഞ്ജുവിന് ഇങ്ങോട്ടും ഇഷ്ടം തോന്നിയേ? ഷൂട്ട് ടൈമില്ല. ലച്ചുവും സഞ്ജു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവർ ഉദ്ദേശം നമ്മുടെയാണ്. റിയൽ ലൈഫിലാണെങ്കിൽ ഇവക്ക് ഇങ്ങോട്ട് തോന്നിയത് ഷൂട്ട് ടൈമിൽ തന്നെ. എനിക്ക് അങ്ങോട്ട് ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതും കല്യാണത്തിലേക്ക് എത്തുന്നതും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പം അറിയാലോ, ഈ ഫെബ്രുവരിയിൽ കല്യാണം കഴിഞ്ഞപ്പോഴും ഡിസംബറോട് കൂടിയാണ് ഒക്ടോബർ നവംബർ ആ ടൈമിലോട് കൂടിയാണ് തീരുമാനമാക്കുന്നത്. ഡിസംബറോട് കൂടി പ്ലാൻ ചെയ്യണു, ജനുവരിയിൽ കൺഫേം ആക്കണു, ഫെബ്രുവരിയിൽ. അത് ജനുവരിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആക്ച്വലി. പക്ഷെ എനിക്ക് ആ ബാക്ക് ഇഞ്ചുറി വന്നപ്പം അതിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പോസ്റ്റ്പോൺ ആയി. ലാസ്റ്റ് ഫെബ്രുവരിയിലേക്ക് എത്തി കല്യാണം. ഇന്നലെ അതിൻ്റെ ഫോർത്ത് ആനിവേഴ്സറി ആയിരുന്നു. 5th കല്യാണം കഴിഞ്ഞത്, 4th ആനിവേഴ്സറി അല്ലേ, സോറി 4 months. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിൽ ആക്ട് ഇൻ തമിഴ് സീരിയൽ ലീവ് ഹാഡ് എ ചാൻസ്? തോന്നുന്നത് പവിത്ര മുരളി. ഓക്കെ, പാച്ചു ഈസ് ഫൈൻ. വിൽ ആക്ട് ഇൻ തമിഴ് സീരിയൽ ലീവ് ചാൻസ് കിട്ടിയ തമിഴ് സീരിയൽ അഭിനയിക്കുന്നു. തമിഴ് സീരിയൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഓൾറെഡി ആക്ടഡ് ഇൻ വൺ ആൻഡ് currently I'm acting in one. ഞാൻ വിജയ് ടി വി, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും, ഞാൻ വിജയ് ടി വിയിൽ മൗനരാഗം 2 എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തു. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ മൗനരാഗം റീമേക്ക് അല്ല, വേറെ തന്നെ ഒരു മൗനരാഗം 2 ചെയ്തു. ഇപ്പം നിലവിൽ സൺ ടി വിയിൽ ആടുകളം എന്ന് പറയുന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി 10 മണിക്കാണ് ടെലികാസ്റ്റ്. എല്ലാ ദിവസവും ഉണ്ട്, സൺ നെക്സ്റ്റിൽ കാണാം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. ഒരു കുഞ്ഞു ഫാമിലി ലവ് സ്റ്റോറി പരിപാടീസൊക്കെ തന്നെയാണ്, ബട്ട് ക്യൂട്ടാണ് അല്ലേ? യെസ്, ഞാനുള്ളത് അതിനേക്കാളും ക്യൂട്ടാണ്. അശ്വനി എസ് നായർ എൻ്റെ അടുത്ത് ചോദിച്ചു, സൽമാനു ലച്ചുവിനോട് പ്രപ്പോസ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുമെന്ന്. ലച്ചുവിനോട് പ്രപ്പോസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് ചെയ്തായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. രജിസ്റ്റർ ഓഫീസിൽ കയറുന്നതിന് മുമ്പ്. സൽമാൻ ലച്ചുവിനോട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിക്കുന്നത് റിയൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സൽമാൻ ലച്ചുവിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യണം. ലച്ചു, എനിക്ക് ലച്ചുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ലച്ചുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ടെമ്പിളിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, അപ്പോൾ എനിക്ക് പെരുവണ്ണാപുരത്തെ ദേവിയെ സാക്ഷി നിർത്തി ഇനി അങ്ങോട്ട് എന്നും ലച്ചുവിൻ്റെ അദ്ദേഹം ആവാനുള്ള അവസരം തരുമോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലോ. ഞാൻ നിങ്ങൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടല്ല എന്നെ കാണേണ്ടത്. എനിക്ക് ലച്ചുവിന്റെ അദ്ദേഹം ആവണം. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടാ കണ്ടിരിക്കണേ. പാടില്ല കൂട്ടുകാരെങ്ങനെയൊന്നും.
അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഫരീദ ചോദിച്ചു വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ഞങ്ങളെ വ്ളോഗ് വരുന്നുണ്ട് സൂൺ. ഓക്കെ. അയ്യോ അതെ, ഇതിലും ഉണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണോ. കോളേജിൽ പോകുമ്പോൾ കുക്ക് ചെയ്യുന്നതൊക്കെ ടൈം കിട്ടുമോ? എനിക്ക് ടൈം കിട്ടും. ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കുക്ക് ചെയ്യണേ. എനിക്ക് വേണ്ടി ഞാൻ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ എന്തെങ്കിലും ആക്കിയിട്ടാണ് പോണേ. ഇപ്പം എല്ലാം നൈറ്റിൽ അരിഞ്ഞ് വയ്ക്കും, രാവിലെ ഷടപടയെന്ന് എല്ലാം ആക്കി ഞാൻ സ്ഥലം വിടും. അപ്പോൾ ആര്യ ചോദിക്കുന്നു രണ്ടുപേരും ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? പ്ലേസ്? ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കണേ. പ്ലേസ് എവിടെ? കഴക്കൂട്ടം. യാ. ഹൗ ഇസ് യുവർ ലൈഫ് ഗോയിങ് ആഫ്റ്റർ മാരേജ്? ഫാദിയ. അടിപൊളി. ആഫ്റ്റർ മാരേജ് അൽഹംദുലില്ലാ ഇറ്റ്സ് ഗോയിങ് ഡാം ഗുഡ്. ഐ എം ലവിങ് ഇറ്റ്. ഐ എം ലവിങ് ഹെർ ആൻഡ് ഓൾ ഗുഡ്, ഓൾ സ്മൂത്ത്. അതേ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ലച്ചുവിനെ പോലെ ഒന്നും കൂടി ഒരു പിക്ക് രണ്ടാളും റീക്രിയേറ്റ് ചെയ്യാമോ, തലയിൽ സിന്ദൂരം വെച്ച്? അയ്യോ അതാ എല്ലാം കറക്റ്റായിട്ടുണ്ട്, കുത്ത് വരെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഞാനും പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ കാണാം. അത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജസ് വരാറുണ്ടായിരുന്നു റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു റീക്രിയേഷൻ. ബട്ട് മാഷാഅല്ലാ, സോ ഹാപ്പി ടു സീ യു ഇൻ ദിസ്. കുക്കിംഗ് റെസിപ്പീസ് വീഡിയോ ചെയ്യോ? ഇവളെ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ല എല്ലാം നൈസ് ടേസ്റ്റിയാണ്. പുള്ളി കുക്കല്ല, വീട് മുമ്പ് അറിയുന്നുണ്ടായിരുന്നില്ല, യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ കുക്കിംഗ് ഞങ്ങൾ കാണിച്ചു തരാം എന്തായാലും. ഓക്കെ. ലാസ്റ്റ് പ്ലേസ് യു ബോത്ത് വെന്റ്? നമ്മൾ എവിടെ ലാസ്റ്റ് പോയ? ലാസ്റ്റ് ഷൂട്ടിന് ചെന്നൈ തന്നെയല്ലേ. ഞങ്ങൾ ട്രാവലിംഗ് അധികം ചെയ്തിട്ടില്ലല്ലോ. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഷൂട്ടിൻ്റെ ബിസി പരിപാടീസ്, ഒന്ന് ഇവളുടെ ക്ലാസ് പരിപാടീസ്. ഇപ്പം കോളേജ് ഇവിടുന്ന് വളരെ ദൂരമാണ്, ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പോഴേക്ക് തന്നെ ഭയങ്കര ടയേർഡാണ് ഇവള്. അപ്പോൾ ഒരു 1-2 ദിവസം ലീവൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളങ്ങനെ ട്രാവലിങ്ങിനൊന്നും പ്രിഫർ ചെയ്യാറില്ല, കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കും. നല്ലൊരു വെക്കേഷൻ വന്നായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി നല്ലൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ ഷൂട്ടിലായിപ്പോയി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒത്ത് വരുമ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയിക്കാം. ആകാശ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? അമ്മ അറിയാതെ. ഓക്കെ. ഒരാൾ ചോദിച്ചു വാട്ട് അബൌട്ട് ഇക്കാസ് ആകാശ് ക്യാരക്ടർ ആൻഡ് ദാറ്റ് ലൊക്കേഷൻ കണക്ഷൻ? ഡ്രീം ക്യാച്ചർ മേഘ. ആകാശ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ബിക്കോസ് അതാണ് എൻ്റെ ഫസ്റ്റ് ഓൺ സ്ക്രീൻ അപ്പിയറൻസ്, ഓൺ സ്ക്രീൻ ക്യാരക്ടർ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പഠിച്ചുകൊണ്ട് വരുന്ന ടൈമായിരുന്നു, പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ സെൽഫായിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് അറിയാത്ത ഒരു ടൈമിൽ തന്നെ സെൽഫായിട്ട് എങ്ങനെയൊക്കെയോ പഠിക്കാൻ നോക്കി ചെയ്യാൻ നോക്കിയതൊക്കെ ഒരു ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് അമ്മ അറിയാതെയും ആകാശ് എന്നുള്ള ക്യാരക്ടറും. അപ്പോൾ അതിലന്ന് കൂടെ അഭിനയിച്ച എൻ്റെ പേരായിട്ട് അഭിനയിച്ച പാർവതി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള. ഷി വാസ് സോ ഹെൽപ്ഫുൾ. അവളെന്ന് പറഞ്ഞാൽ മറ്റേ ചൈൽഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസും നല്ല അടിപൊളി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു. പിന്നെ ശ്രീതു ഉണ്ടായിരുന്നു, ശ്രീതുമായിട്ടൊക്കെ പെട്ടെന്ന് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എന്താ പറയുക, പഠിച്ചുകൊണ്ട് വരാനും അറിയാനും തുടങ്ങുന്നൊരു ടൈമായിരുന്നു അത്. പക്ഷെ ആ ക്യാരക്ടർ അധികം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യാനും പറ്റിയില്ല. കാരണം ഫുള്ള് നെർവസാണ്. ആൾക്കാരെ കാണുമ്പോഴും ക്യാമറ കാണുമ്പോഴും ടെൻഷനായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു ടൈമാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനൊക്കെ ടെൻഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ അധികം പറ്റിയില്ല. പക്ഷെ നല്ല പ്രൊജക്റ്റായിരുന്നു, നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു കിട്ടിയത് ഏഷ്യാനെറ്റിൽ. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നല്ലൊരു ടീമായിരുന്നു. പക്ഷെ ക്യാരക്ടർ പിന്നെ പകുതിയിൽ നിന്ന് ചേഞ്ച് ആയിപ്പോയി. മാറിപ്പോയി, കഥ മാറിപ്പോയി. എന്തോ ചോദിക്കാൻ വന്നതാ, മറന്നുപോയി. ആദർശില്ല, വയനാട് ഞാൻ പറഞ്ഞ നമ്മുടെ റിസോർട്ടിൻ്റെ ഒക്കെ മോനെ. ആദർശേ, നീ മറന്നത് ഓർത്തിട്ട് ചോദിച്ചിട്ട് പോയാൽ മതി. സഞ്ജു വേറെ ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ പൊസസീവ്നെസ് അടിക്കാറുണ്ടോ ലച്ചുവിന്? ഉണ്ടോ? ഇല്ല, കാരണം ഇപ്പോൾ പശുക്ക ചെയ്യണ ആടുക്കലം ആ സീരിയലിൽ ഡെന്ന ചേച്ചിയായിട്ടും ഞാൻ നല്ല കമ്പനിയാണ്. സോ അതുപോലെ ഐ എം ഓൾസോ ആൻ ആർട്ടിസ്റ്റ്. സോ ക്യാമറയുടെ മുന്നിൽ നമ്മൾ ആർട്ടിസ്റ്റാണ്, ബിഹൈൻഡ് ദി ക്യാമറ അങ്ങനെയല്ലല്ലോ. സോ അങ്ങനെയൊന്നുമില്ല. പശുക്കുണ്ടോ? എനിക്ക് ഇത് പൊസസീവ് അടിക്കാൻ നീ ഇതുവരെ വേറെ അഭിനയിച്ചിട്ടില്ലല്ലോ. ചെയ്യുമ്പോൾ ഇല്ലായിരിക്കും.
ഞാനൊരു ഇത്തിരി പൊസസീവിൻ്റെ ആളൊക്കെ തന്നെയാണ്. പിന്നെ ബട്ട് ഇവളുടെ അഭിനയവും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു ബാഡ് പൊസസീവ് അല്ല, സ്നേഹം കൊണ്ടുള്ള ഒരു അല്ലറ ചില്ലറ പൊസസീവൊക്കെ ഉണ്ടാവണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. സോ സാഡ്. പക്ഷെ ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ട് കേട്ടോ. ക്യൂട്ടായിട്ടുണ്ടല്ലോ മാഷാഅല്ലാഹ്. സോ സഫ ചോദിക്കുകയാണ്, ഹായ് ഹൗ യു, പെരുന്നാൾ ഡ്രസ്സൊക്കെ സെറ്റായോ, മിസ്സിങ് സഞ്ജു ലച്ചു. പെരുന്നാൾ ഡ്രസ്സൊക്കെ സെറ്റായി. ഞങ്ങൾക്കും സഞ്ജു ലച്ചു ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലച്ചു കോസ്റ്റ്യൂമിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരാൾ പറഞ്ഞിരിക്കുക ഹാവ് എ ബേബി പ്ലാൻ എന്ന്. ഇല്ല പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ലച്ചുനോട് സൽമാൻ ലച്ചുനോട് പ്രപ്പോസ് ചെയ്യാൻ അത് നമ്മൾ ആൻസർ ചെയ്തല്ലേ. യോ ഈ BGM ബോത്ത് യു ആർ ദ ഓണേഴ്സ് ഓഫ് ദിസ് BGM മൈ ഡിയർ റിയൽസ് കപ്പിൾ ബിക്കം റിയൽ കപ്പിൾ. അശ്വിനി, താങ്ക് യു അശ്വിൻ ബ്രോ, വി ലവ് ദറ്റ് BGM. ഹാപ്പി ഇരുങ്ക അണ്ണ അണ്ണി ഹാർട്ട് ഡെവിൽ, താങ്ക് യു. While watching Nirandalam, the thing I wanted the most was you both married in real life. Thank you, Aryan. We did it for you. For you too. ഒരു കാസർഗോഡ് പോയോ? ഇല്ല കാസർഗോഡ് പോയില്ലടോ. കാസർഗോഡ് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം സെറ്റായില്ല. കാരണം പോകാനും വരാൻ തന്നെ ഒരു ദിവസം വേണം. പിന്നെ എന്തായാലും 2-3 ദിവസം ഉമ്മച്ചിൻ്റെ കൂടെ നിൽക്കണ്ടേ. ഇൻഷാ അല്ലാഹ് പോവും. ഡിഗ്രി 8th ഇയറാണ് ഞാൻ. 2nd year സൈക്കോളജി സ്റ്റുഡൻ്റാണ്. 2 മാസം കഴിഞ്ഞാൽ 3rd year. നിത്യ കദീർ, ഹു എക്സ്പ്രസ്ഡ് യുവർ ലവ് ഫസ്റ്റ്? ഏത് കോളേജിലാണ് പഠിക്കണേ? സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഫോറെന്ന് സ്റ്റോറി ഇട്ടിരുന്നത് മേഘ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത്, അതോ വേറെ എന്തെങ്കിലും ആണോ? ആതിര ആ ഫോറെന്നും പറഞ്ഞിട്ട് ഇട്ടത് 4 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അനുശ്രീ, വൈ ലച്ചു ഈസ് നോട്ട് വർക്കിംഗ് ഇൻ എനി പ്രൊജക്ട്സ് ആഫ്റ്റർ മാരേജ്? വൈ ലച്ചു? Before marriage also I was not working, no? I took a break actually. Yeah, before marriage ഇവിടെ ഓൾമോസ്റ്റ് 1 year അല്ലേ? ഓൾമോസ്റ്റ് 6-7 months ഞാൻ ബ്രേക്ക് എടുത്തിരുന്നു. കാരണം മെയ് ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും സീരിയൽ തീർന്നു. പിന്നെ അതിനുശേഷം ഞാൻ വർക്കൊന്നും കമ്മിറ്റ് ചെയ്തില്ല. എനിക്ക് ബ്രേക്ക് വേണമായിരുന്നു. കാരണം മെഴുകണ്ടെല്ലാം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. സോ ഐ നീഡഡ് എ ബ്രേക്ക് ഫോർ മൈ സെൽഫ് ആൻഡ് പഠിത്തം നോക്കാനും കുറച്ച് ബ്രേക്ക് വേണമായിരുന്നു. നൗ ഐ എം ബാക്ക് അല്ലേ. ഇപ്പോൾ പുതിയ പ്രൊജക്റ്റൊക്കെ സംസാരിക്കുന്നുണ്ട്. പഠിച്ചാൽ സഹായിച്ച പുതിയ പ്രൊജക്റ്റൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണോ അവളുടെ കരിയറിന് ബെറ്റർ അത് ചെയ്യും. ഒരുമിച്ച് കിട്ടിയാൽ സന്തോഷം, ഒറ്റയ്ക്ക് കിട്ടിയാലും ഓക്കെ. ലച്ചുവിനും മേഘക്കുമുള്ള സിമിലർ ആയിട്ടുള്ള സ്വഭാവം എന്താണെന്ന് പറയാമോ? ലച്ചു ആൻഡ് മേഘ എന്താ പറയുക, സിമിലർ ആയിട്ടുള്ള സ്വഭാവം ഐ തിങ്ക് രണ്ടാളും ഭയങ്കര കെയറിങ് ആണ്. ഇത്രയും നേരം ആലോചിച്ചിട്ട് അവസാനം പറഞ്ഞു കെയറിങ് ആണെന്ന്. ഭയങ്കര കെയറിങ് ആണ്. കാരണം അതിലും ലച്ചു ചേച്ചീനെയും സഞ്ജുവിൻ്റെ അമ്മയെയും അദ്ദേഹത്തെയും ഒക്കെ കെയർ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇവിടെയും അത് ഭയങ്കരത്തിലുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റീസൊക്കെ ഉള്ള ലച്ചുവിനുണ്ട്, മേഘയ്ക്കുണ്ട്. മാഷാ അല്ലാഹ് ഗുഡ്. മേഘയുടെ വീട്ടിൽ പോകാറുണ്ടോ? നിങ്ങൾ ഫാമിലിയായി കോണ്ടാക്റ്റ് ഉണ്ടോ? മേഘ ഇപ്പോൾ എന്താ പഠിക്കുന്നത്? ഫസ്റ്റ് വൺ, വീട്ടിൽ പോകാറില്ല. സെക്കൻഡ് തിങ്, ഫാമിലി ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. തേർഡ് തിങ്, മേഘ ഇപ്പോൾ എന്താ പഠിക്കുന്നത്? 2nd year സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് ഞാൻ. യെസ്, 2nd year സൈക്കോളജി സ്റ്റുഡൻറ്റ്. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ? ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ. പിക്ക് വിത്ത് യുവർ വൈഫ്. ഈ പിക്ക് ബിഫോർ മാരേജ് പിക്കാണോ? അല്ല, ആ പിക്ക് ആഫ്റ്റർ മാരേജ് ഇന്നലെ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അല്ല, ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ അത് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായി? 4 months. നേരത്തെ 5 പറഞ്ഞത്. അടുത്ത മാസം 5 ആവും, അതാ ഉദ്ദേശിച്ചത്. മൈ ഫാമിലി ലവ്സ് യുവർ പെയർ ഇൻ സീരിയൽ നൗ വി ഓൾ ലൈക്ക് സ്റ്റിക്സ് ഐ ഷൂസ്. താങ്ക് യു മാഷാ അല്ലാഹ്, താങ്ക് യു സോ മച്ച്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ടു സ്റ്റേ ഫോർ ഹണിമൂൺ? എവിടെയാണ് പോകേണ്ടത് ഹണിമൂൺ? തായ്ലൻഡോ? അതെന്തോന്ന് തായ്ലൻഡ്? അതറിയാ, ഒരു ഭയങ്കര ആദ്യമായിട്ടാണ് ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ തായ്ലൻഡ് എന്ന് കേൾക്കുന്നത്.
നമ്മൾ ഹണിമൂൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര റൊമാൻസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ വെറൈറ്റി ആവണം. നമ്മൾ വെറൈറ്റി അല്ലേ കല്യാണം കഴിച്ചത്, വെറൈറ്റി ആയിട്ടില്ലേ നമ്മൾ കല്യാണം കഴിച്ചത്. അതേപോലെ നമുക്കൊരു വെറൈറ്റി ഹണിമൂൺ ആക്കാം, ഒരു അഡ്വെഞ്ചറസ് ഹണിമൂൺ ആക്കാം നമുക്ക്. തായ്ലൻഡിൽ എന്തോന്ന് അഡ്വഞ്ചർ ഉള്ളത്? തായ്ലൻഡിൽ ഒരുപാട് അഡ്വെഞ്ചർ ഉണ്ടല്ലോ. ഓ ദോസ് സ്കീ ഡൈവ്. ഓക്കെ ഓക്കെ. പക്ഷെ അത് പലയിടത്തും ഉണ്ട്. തായ്ലൻഡിൽ തവളേനെയും ഒക്കെ കഴിക്കാൻ പറ്റൂലേ? തവളനെ കഴിക്കാണോ പോണേ? ഞാൻ ഇവിടുന്ന് പിടിച്ച് ഫ്രൈ ചെയ്ത് തരാം. എനിക്ക് പാച്ചൊക്കെ കൊണ്ട് പാറ്റയും തവളയൊക്കെ കഴിപ്പിക്കണം. ചൈനയിൽ പോയിക്കോ. ആർ യു ഗൈസ് ഓൺ വർക്ക് ഓർ ജസ്റ്റ് ഡൂയിങ് നത്തിങ്? കറൻ്റ്ലി വി ആർ ജസ്റ്റ് ഡൂയിങ് നത്തിങ്. അല്ല, വി ആർ ഓൺ വർക്ക് ഡ്യൂഡ്. ഞാൻ തമിഴ് ചെയ്യുന്നുണ്ട്, ഇവൾ പഠിക്കുന്നുണ്ട്, ഇവളിപ്പോൾ വർക്ക് സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഓക്കെ ആകുമ്പോൾ വർക്ക് ചെയ്യും. സോ a lot of things we are doing. We are not sitting. ഇച്ചിരി പണി വേണമെങ്കിൽ വന്നോ തരാം. My favorite combo. Thank you. Pookie. ക്രിഞ്ച്. ആ മരണമാസ സിനിമ കണ്ടതിന് ശേഷം എന്നെ ചുമ്മാ പൂക്കി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നടക്കുന്നുണ്ട്. ബേസിൽ യൂണിവേഴ്സിൽ കേട്ടരുത്. ഓക്കെ, ഇപ്പം പെർട്ടിക്കുലറായിട്ട് മെയിനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇന്ന് രാത്രി ഒരു 2 മണി വരെയും ആ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്നലെ 2 മണിക്കാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ആൻസറബിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ആൻസർ ചെയ്യേണ്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പെർട്ടിക്കുലറായിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാറ്റസ് ഇടാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈസി നല്ല അടിപൊളി 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. അപ്പം ഗുഡ് നൈറ്റ്. വൈപ്പ് സൈൻ ഔട്ട് ചെയ്താലോ? ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എൻ്റെ അടുത്ത്? ഒന്നും ചോദിക്കാം. ഞാൻ ഒന്നൊരു കാര്യം ചോദിക്കട്ടെ, രാത്രി എന്താ കഴിക്കാനുണ്ട്? രാത്രി കഴിക്കാൻ നമുക്കിന്നൊരു വെറൈറ്റിക്ക് ചപ്പാത്തി പിടിച്ചാലോ? അല്ല, എനിക്ക് ഇതാണ് ഇവിടുത്തെ സ്ഥിരം പ്രശ്നം. എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ രാവിലെ ചോദിക്കുകയാണെങ്കിൽ ദോശയും ഗ്രീൻ പീസും, ഉച്ചയ്ക്കാണെങ്കിൽ ചപ്പാത്തിയും ചിക്കനും എന്തെങ്കിലും, രാത്രിയോ ബോയിൽഡ് എഗ്ഗും ചപ്പാത്തി. ഈ 3 സാധനം വിട്ടാൽ അതൊന്നും പറയില്ല. ഞാനൊരു വെറൈറ്റിക്ക് ചോദിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നും പറയില്ല. ഞാൻ ബിരിയാണിയും മന്തിയും മറ്റേ വേറെന്താണ് ഗീ റൈസ് ഒന്നും പറയാത്തതാണ് ഇപ്പോൾ ഒരാൾക്ക് പ്രശ്നം. സിമ്പിളായിട്ട് 2 ചപ്പാത്തി ചൂടാൻ പറഞ്ഞതാണ് പ്രശ്നം. എന്നാൽ നീ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി, ഞാൻ കഴിക്കാം. ഓക്കെ ഗായ്സ്, അപ്പം തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ പെരുന്നാളിൻ്റെ കുറച്ചും കൂടി പ്രിപ്പറേഷൻസ് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം. നാളെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ തന്നെ ഞങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പെരുന്നാളിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബാക്കി നാളെ കാണിക്കാം. അപ്പോൾ കഴിഞ്ഞല്ലേ? വേറെ പട്ടികളുടെയായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.